നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പം ഈവനിങ് സ്നാക്ക് ആയിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും കഴിക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കു സ്റ്റൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാനേ. ഒരു 1/2 ടീസ്പൂണൊന്നും ഇട്ടിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പൊ ഞാനിതിൽ ഒരു 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് കുഴച്ച് സ്മൂത്ത് ആക്കി എടുക്കാം. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുഴക്കുമ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കൊരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവും. ഒരു 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിപ്പം എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുടെ. അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2 ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങി പൊടിച്ചത്. മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. ഇത് നന്നായിട്ട് കട്ടകൾ ഒട്ടും ഇല്ലാതെ തന്നെ ഇട്ട് കൊടുക്കണം. അത് കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ച് കട്ടകൾ ഒട്ടും ഇല്ലാതെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയാൽ മതി. നമുക്കിത് ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി എങ്ങനെയുണ്ട്, അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ പാകമാണോ നോക്കി. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഇതിപ്പം നമ്മുടെ മാവ് ഇവിടെ കുറച്ച് സമയമായി കുഴച്ച് വെച്ചിട്ട്, ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ പോയി, അത്രയേ ഉള്ളൂ. ഇപ്പം ഈ ഒരു മാവ് എടുത്തിട്ട് ഇത് ഞാൻ 2ആയിട്ട് പരത്തിയെടുക്കാൻ പോവാണ്. ഇപ്പം ഒരു ഉരുള എടുത്തിട്ടുണ്ട്, അതൊന്ന് പരത്തിയെടുക്കട്ടെ. ഞാൻ എപ്പോഴും ചപ്പാത്തിക്കൊക്കെ കുഴക്കുകയാണെങ്കിലും കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ കുഴക്കുക. കാരണം കൈക്കൊക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം കുറച്ച് ലൂസാക്കി കുഴക്കുന്നതുകൊണ്ട് പൊടി കുറച്ച് കൂടുതലിട്ടിട്ട് പരത്തിയാൽ മതി. അപ്പം നമ്മുടെ ചപ്പാത്തി ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും, പരത്താനും എളുപ്പമായിരിക്കും. കഴിയുന്നത്ര തിന്നായിട്ട് പരത്താട്ടോ. നമുക്കത് റോൾ ചെയ്തെടുക്കണം. അതും കൂടെ ഒന്ന് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് പരത്തിയെടുത്താൽ മതി. ഇതിപ്പോൾ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്യാം. ആ സൈഡ് 2 സൈഡ് മാത്രം മതി കേട്ടോ. മറ്റേ സൈഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിത് ഉരുളക്കിഴങ്ങിൻ്റെ ആ കൂട്ടില്ലേ അതിൻ്റെ പകുതി എടുത്തിട്ട് പകുതി നമുക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് അടുപ്പിച്ച് കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടപ്പം കുറച്ച് പേരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചേച്ചി സ്പൈസി ആയിട്ടൊന്നും ഇടുന്നില്ലേ, കറി ഇടുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചതാണ്. എളുപ്പമായിട്ട് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതിപ്പോൾ എല്ലാം നല്ല സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒരു സൈഡിൽ നിന്ന് എടുത്ത് റോൾ ചെയ്യാം. ഇപ്പോൾ റോൾ ചെയ്തിട്ടുണ്ട്. അറ്റം അങ്ങ് ഒട്ടിക്കോളും കേട്ടോ. ഗോതമ്പ് പൊടിയല്ലേ, പെട്ടെന്ന് അങ്ങ് ഒട്ടി പിടിച്ചോളും. ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസും എടുത്ത് ഒന്ന് ഇങ്ങനെ പിടിച്ച് റൗണ്ടിലങ്ങ് പ്രസ് ചെയ്തങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ അതാവുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് പരത്തി വെക്കാനും പറ്റും. ഇപ്പം കയ്യിലൊന്നും ഒട്ടുന്നില്ല. ആദ്യത്തെ സെറ്റ് ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഡീപ് ഫ്രൈ ഒന്നും വേണ്ട. നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് എല്ലാം വെച്ച് കൊടുക്കാം. അതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പം ആ സൈഡ് ആയിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എത്ര പെട്ടെന്നാണ് റെഡിയാവുന്നത് നമ്മുടെ ഈവനിങ് സ്നാക്ക്. ഇപ്പം നമ്മളിത് ചൂടോടുകൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മുരിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അത് കുറച്ച് തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരുപാടങ്ങ് കട്ടിയായി കഴിഞ്ഞാൽ കുറച്ചൊരു ഉറപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് മുരിക്കേണ്ട. എന്നാൽ അത്യാവശ്യം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതപ്പോൾ ആദ്യത്തെ സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പെട്ടെന്നൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഉണ്ടാക്കാം. എണ്ണയിലിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. എണ്ണയിലൊക്കെ മുക്കി പൊരിക്കുമ്പം നമ്മൾ അത്രയും എണ്ണ കൂടുതൽ ഉപയോഗിക്കണമല്ലോ. ഇത് എളുപ്പത്തിൽ കഴിയും. ഇപ്പോൾ ആലു പൊറോട്ടയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റിയാണ് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചിങ്ങനെ എടുക്കുന്നതുകൊണ്ട്. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത പോലെ തോന്നും. അല്ലേ, ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അടുത്ത സെറ്റും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഒരുപാട് അങ്ങ് കട്ടിയിൽ പരത്തരുത് കേട്ടോ, കുറച്ചൊന്ന് തിന്നാക്കി പരത്താണ് നല്ലത്. വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ആ സൈഡായിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. അത് ആ സൈഡ് ഒന്ന് ആവട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ 2 സെറ്റും സ്നാക്സും ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ഷേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വെറുതെ ഒരു ഭംഗിക്ക് എടുത്ത് വെച്ചൊന്നും. അപ്പോൾ ഞാനിതത് മുറിച്ച് കാണിച്ചു തരാം. അടിപൊളി, കണ്ട, ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ പറയാ, ഒരു മിനി ആലു പൊറാത്ത, ഫ്രൈ ചെയ്തിട്ടുള്ള ആലു പൊറാത്ത എന്ന് പറയും. നല്ല ടേസ്റ്റ് ഉണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞില്ല, നമ്മൾ ഒരുപാട് സമയമൊന്നും എടുത്തില്ല. അതിനൊരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.